ചോര വരുമോ? ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഈ മൺസൂൺ സീസണിൽ നമ്മുടെ പ്രത്യേകിച്ചുള്ള പരിപാടി എന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കുറച്ച് മീൻപിടുത്തമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. മീൻപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ഇവിടെ ആരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇവിടെ പണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ പണ്ടൊരു ഇവിടെ എന്ന് പറയുന്നത് ആ മൂലക്കായിട്ട് പണ്ട് ഇവിടെ ഒരു റബ്ബർ നേഴ്സറി ഇല്ലേ, റബ്ബർ നേഴ്സറി, സിലോപ്പി, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു അതിനെന്താ പറയണ ഒരു മീൻ വളർത്തശാലയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ എന്തായി, മീനൊക്കെ ചാടിപ്പോയി. മീൻ ചാടിപ്പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കണോ, ഫുള്ള് സ്ഥലത്തും വെള്ളം കയറി കിടക്കുന്ന സമയത്ത് ഇവിടെ മൊത്തം മീനാണ്. ഇവിടെ എങ്ങനെ പോയാലും ഇന്നൊരു രജിഷേട്ടന് എത്ര കിലോ മീൻ കിട്ടും? ഏകദേശം ഒരു 2 കിലോ മീനെയും പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുള്ളൂ. അപ്പോൾ അതിനുള്ള പ്രയത്നത്തിലാണ്. നമ്മുടെ കയ്യിൽ അങ്ങനെ വലിയ ചൂണ്ടയൊന്നുമില്ല. നമ്മൾ സാധാരണ നാടൻ ചൂണ്ടയിൽ വള്ളിയും കൊളുത്തും കോർത്താണ് നമ്മൾ മീനെ പിടിക്കുന്നത്. അതാണ് ഇവിടുത്തെ ചൂണ്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പഴയ രീതികളൊന്നും വിട്ടിട്ടില്ല. കണ്ടോ, നമ്മൾ അവിടെ നിന്ന് തന്നെ എരേനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ചെളിയിൽ നിന്നുള്ള എരം, സാധാരണ ചൂണ്ട, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. 2 കിലോ മീനെ കിട്ടുമോ? അപ്പോൾ ഇപ്പൊ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരം കോർക്കലാണ്. എര കോർക്കണതിന് പ്രത്യേകിച്ച് നമുക്കൊരു എക്സ്പേർട്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എക്സ്പേർട്ടിനെ നമ്മൾ വിളിച്ചേക്കാണ്. എക്സ്പേർട്ടിന്റെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. എക്സ്പേർട്ടിന്റെ പേരും മേൽവിലാസം നാളൊന്നും ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. അറിയാവുന്ന അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, കമന്റ് ചെയ്യണവർക്ക് ഇന്ന് പിടിക്കണ മീനിന്റെ ഒരു ഭാഗം ഇല്ലേ, ഒരു ഓഫ് കോഴ്സ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ മീൻപിടുത്തം തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ ചൂണ്ടയായിട്ട് അളിയൻ പോയിട്ടുണ്ട്. പക്ഷെ 2 പേര് സീരിയസ് ആയിട്ടുള്ള മീൻപിടുത്തത്തിലാണ്. ഇതിലൊന്നും പെടാത്ത ഒരാളാണ് എൻ്റെ അനിയൻ. പുള്ളി വെറൈറ്റിയെ പിടിക്കുള്ളൂ. ഇവിടെയൊക്കെ നിറച്ച് മീനുണ്ടെങ്കിലും പക്ഷെ മീനില്ലാത്തൊരു സൈഡ് ഉണ്ടാവും. കറക്റ്റായിട്ട് അവിടെ പോയി നിന്നാണ് പുള്ളി മീൻ പിടിക്കുന്നത്. വളരെ അതിവിദഗ്ധമായൊരു മീൻപിടുത്തമാണത്. നമ്മുടെ പിള്ളേരുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും മോന്ത റിവീൽ ചെയ്യില്ല. മോന്ത റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ചെക്കന്മാർക്ക് മാസ് പോകുന്നതാണ് ചെക്കന്മാർ പറയുന്നത്. പക്ഷെ മോന്ത റിവീൽ ചെയ്യാൻ ആകെ ഒരു മനുഷ്യനുള്ള എൻ്റെ അളിയനാണ് എപ്പോഴും. അളിയനാണ് യൂട്യൂബ് ചാനൽ. അളിയൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? അളിയ കറുകടൻകാരൻ. ഫുൾ ടൈം വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കറുകടൻകാരൻ, എൻ്റെ വീഡിയോസ് കാണുന്നവർ കറുകടൻകാരനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കറുകടത്തുള്ളൊരു കറുകടൻകാരൻ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്തും കുഴപ്പമില്ല. എൻ്റെ അളിയൻ്റെ വീഡിയോസ് എനിക്ക് എല്ലാം റീച്ച് ആയാൽ മതി. അധികമൊന്നും വേണ്ട. എത്ര ഒരു 1 MB ഒക്കെ പോരെ? 1 MB മതി. വളരെ വളരെ ചെറിയ രീതിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അളിയൻ്റെ അക്കൗണ്ട് ഒന്ന് റീച്ച് ആക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഗൈസ്, നമുക്കിപ്പോൾ ഒരു മീനെ കിട്ടി. അതിനടുത്ത് കരയിലിട്ടു, അത് നേരെ താഴത്തേക്ക് പോയി. പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും വിട്ടുകൊടുക്കൂല. ഇതാരത്? അങ്ങനെ ആദ്യത്തെ പരലിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ഗൈസ്, വി ആർ വെൽക്കമിങ് എ ന്യൂ ഫിഷർമാൻ ഹിയർ. ഫൈനലി വി ഗോട്ട് ദ മീൻ. ആദ്യം മീൻ കിട്ടിയിരിക്കുന്ന അളിയനാണ്. ഞാൻ വീണ്ടും ഇവിടെ ഇത്രയും പേര് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ വെറൈറ്റി പിടിക്കുള്ളൂ. അതാണ് അവൻ്റെ ഒരു പ്രത്യേകത. സോ ഗായ്സ്, അങ്ങനെ നമുക്ക് 2 മീനെ കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിനെ കുളത്തിന്ന് ഊറുന്ന ചടങ്ങാണ്. മൈക്ക് കുടിച്ചടാ, വിട്. അളിയൻ കഠിന പ്രയത്നത്തിലാണ്. അളിയൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അളിയനെ എരത്തിനെ പിടിക്കാനോ പേടി, പക്ഷെ മീനെ പിടിക്കാനോ മീനിന്റെ അണ്ണാക്കിന്ന് ചൂണ്ട ഊരിയെടുക്കാനോ അതിനൊന്നും ഒരു പേടിയില്ല. പുള്ളി വരെ ജോക്കറിലെ മറ്റേ പുള്ളിയിലെ സിംഹത്തിനൊന്നും പേടിയില്ല. പുള്ളിക്ക് എലി, പാറ്റ, പല്ലി, ഇതൊക്കെയാണ് പേടി.
മീൻ പിടിക്കാൻ കഴിവുള്ള മീൻ പിടിക്കും. മിന്നൽ വാള അങ്ങനെ മൂന്നാമത്തെ മീൻ ആള് വേന്ദ്രനാ. അളിയനെ കൊണ്ടാണ് ധൈര്യമായിട്ട് മീൻ പിടിക്കാൻ വരാം. ഊരിയോ 2 കിലോ എന്ന് പറഞ്ഞാൽ 2 കിലോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ചാള മേടിച്ചാലും മതി. കിട്ടീനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുറത്ത് മീന് മേടിക്കും എന്നിട്ട് വറക്കും. ഇതെന്തിങ്ങനെ മിന്നൽ വാള ഇനി അങ്ങോട്ട് കിട്ടില്ല. ചാക്കെടുത്തിട്ടോ എല്ലാത്തിനും വീഡിയോ എടുക്കുകയും ചെയ്യണം, ചാക്കെടുക്കുകയും ചെയ്യണം. അങ്ങനെ ഇതും കൂടെ കൂട്ടി നമുക്ക് മൂന്നാമത്തെ മീനാണ്. അഞ്ചാമത്തെ മീൻ അങ്ങനെ കിട്ടിയിരിക്കണേ. കോസിമൻ സ്പോൺസർ ചെയ്യുന്ന ഒരു ചാക്ക്. ചോര വരുമോ ഊര് കൊടുക്കട്ടെ പെട്ടെന്ന് ഒരാള് സത്യം. അളിയൻ ഇച്ചിരി സീന. അളിയൻ എവിടെ പോയാലും മീനെ പിടിച്ചോണ്ട് വരുള്ളൂ. കണ്ടത് ആ നിഷ്കളങ്കത കണ്ടോ. മീനിന്റെ കളിയാണ്. ആദ്യത്തെ 1 മണിക്കൂർ നമ്മള് മാക്സിമം വെയിറ്റ് ചെയ്തു എന്തിനു മീനെ കിട്ടാൻ വേണ്ടി. കാരണം കനത്ത മഴയില്ലായിരുന്നെങ്കിൽ ഇല്ല കനത്ത മഴയിലായിരുന്നു നമ്മൾ കുറച്ചും കൂടെ നല്ല അല്ലെങ്കിൽ പെട്ടെന്ന് മീനെ പിടിച്ചതിന്. ഇത് ഈ മഴ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മഴയ്ക്ക് ശേഷം നമ്മൾ വൻപിച്ച് വിജയകരമായൊരു കുതിപ്പ് നടത്തിയിരിക്കുകയാണ്. ഇപ്പം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടതാണ് ആ വരാലും കുഞ്ഞുങ്ങളുള്ള കാരണം നമുക്ക് ആ തള്ളനെ പിടിക്കാൻ ഒരു മനസ്സ് വരുന്നില്ല. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി ഞാനല്ല ഇപ്പോൾ കണ്ടോ. ഇതൊക്കെ എവിടെ നിന്ന് എങ്ങനെയായെന്ന് ഒരു പിടുത്തില്ല. കാരണം അത്രയ്ക്കും നിങ്ങൾ ആ സ്ഥലം തന്നെ കണ്ടോ, മൊത്തം ചെളിയും കാര്യം. നമ്മൾ പാടത്താണ് ഫുള്ളായിട്ട് ഇന്ന് സ്പെൻഡ് ചെയ്തത്. ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം. കാരണം പണ്ട് ഞാൻ ഒരു 4 കൊല്ലത്തിന് മുന്നേക്ക് ഞാൻ ഇങ്ങനെ കറങ്ങിയത്. 4 കൊല്ലത്തിന് മുന്നേ ഞങ്ങൾ ഫുൾ ടൈം ഓടിയായിരുന്നു, മീൻ പിടിക്കാനും കുളിക്കാനും എല്ലാ കാര്യത്തിനും. ഞാൻ പറഞ്ഞല്ലോ അവിടെ പറമ്പ് കളി അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തുഷ്ടരാണ്. അതുപോലെ നിങ്ങൾ സന്തുഷ്ടരാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് 2 കിലോ മീൻ കിട്ടിയില്ല, പക്ഷെ നമുക്കൊരു 1.25 കിലോ മീൻ ഏകദേശം കിട്ടിയിരിക്കുകയാണ്. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അപ്പോൾ ഇത്രയും ദിവസം എൻ്റെ വീഡിയോസ് കാണുകയും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റോ കുറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അടിയിൽ കമൻറ്റും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഒരുപാട് നന്ദി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാടൊന്നും പറയാനില്ല. അപ്പോൾ നന്ദി. താങ്ക് യു സോ മച്ച്.